കേട്ടോ. നമസ്കാരം, ഞാൻ ജിനി ശാന്തി യോഗ. നമ്മളിന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗി നമ്മളെല്ലാവരും പറയാറുണ്ട്. നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടുള്ള സ്ഥലത്തൊക്കെ യോഗ പരിശീലനം തുടങ്ങാം. അപ്പോൾ ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, നിളാ നദിയുടെ തീരത്തുകൂടെ തൊട്ട ഭാഗത്ത് നല്ല മണിത്താലി മാതിരി കാണുന്ന നമ്മുടെ നെല്ലുകൾ, വളരെ ഹൃദയം എന്താ പറയുക, മനസ്സിന് ഇത്ര ഒരു സന്തോഷവും ഒരു ആനന്ദവും നൽകുന്ന ഈ ഒരു മനോഹരമായ കാഴ്ച എൻ്റെ അസിസ്റ്റൻ്റ്, എൻ്റെ മകളുടെ ശ്രേയ ഒരു വീഡിയോയിൽ പകർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രകൃതി ഭംഗിയോടൊപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ പ്രത്യേകത സൂര്യ നമസ്കാരം ഇവിടെ വന്ന് കാണുമ്പോൾ എനിക്ക് തോന്നി ഈ ഒരു സൂര്യ നമസ്കാര വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. സൂര്യ നമസ്കാരം എങ്ങനെ പ്രായമുള്ളവർക്ക് എങ്ങനെ പരിശീലിക്കാം, അപ്പോൾ അവർക്ക് എത്ര സ്റ്റെപ്പ്, സാധാരണ നമ്മൾ സൂര്യ നമസ്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, 12 സ്റ്റെപ്സ് ആണ്. അത് ഒത്തിരി ബെനിഫിറ്റ്സ് അതിനെക്കുറിച്ചുള്ള എല്ലാ പ്രാണായാമവും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന ഒരു നല്ലൊരു ഗുഡ് എക്സസൈസാണ് സൂര്യ നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെങ്ങനെ സിമ്പിളായിട്ട് പരിശീലിക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മളൊന്ന് കാണിക്കുന്നത്. പ്രെയർ പോസ് ഞാൻ ആദ്യം കാണിക്കാം. പോസ് ഇങ്ങനെ നിന്നിട്ട് കാണിക്കാം. പ്രെയർ പോസ് നമ്പർ 1 ബോഡി ബാലൻസിങ് പോസ് ആണ്. ഈ പോസിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാൽപാദങ്ങൾ പരമാവധി നല്ല ബലമുള്ളതായി നിങ്ങൾ സങ്കല്പിക്കുക. കാലിൻ്റെ വിരലുകളൊന്ന് മേൽപോട്ട് വലിച്ചു പിടിക്കുക. കാൽമുട്ട് മേൽപോട്ട് വലിച്ചു പിടിക്കുക. നമ്മുടെ ഹിപ്പ്, ചെസ്റ്റ്, നിങ്ങൾ നോർമൽ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധ കൊടുക്കുക. മുഖം നല്ല പ്രസന്നമായിരിക്കട്ടെ. ഇനി അടുത്ത് ചോദിക്കുക, ഹസ്ത ഉത്താനാസന. കൈകൾ ശ്വാസം എടുത്ത് കൈകൾ മേൽപോട്ട് ഉയർത്തുകയാണ്. സിമ്പിൾ, കാൽമുട്ട് വളയാതെ അല്പം ഒന്ന് ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തുന്നു. ഇവിടെ നിങ്ങൾ കണ്ണടക്കരുത്. ഇനി പതുക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ നോക്കുക. കംഫർട്ടബിൾ ഫോർവേഡ് ബെൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ സാവകാശം ഇവിടെ ഞാൻ നോക്കാം, ശ്രദ്ധിക്കുക. നോക്കുക. ബ്രീത്ത് ഇൻഹേൽ, സ്ലോലി ഫോർവേഡ് ബെൻഡ്, വളരെ സാവകാശം എക്സേൽ ഫോർവേഡ്. ഇനി ഇവിടെ പ്രയാസമുള്ളവർ കൈകൾ നേരെ ഇവിടെ തൈസിന് ഇവിടെ വയ്ക്കുക. ഇനി ബോഡി സ്ട്രെയിറ്റ് ചെയ്തിട്ട് ഇടുപ്പിന് ബുദ്ധിമുട്ട് കൊടുക്കാതെ വളരെ സാവകാശം പതുക്കെ കാലിൽ നല്ല ബലം കൊടുത്ത് കൈ ഇവിടെ മാറ്റിൽ അമർത്തി വെക്കാം. പ്രയാസമുള്ള കൈ വിരലുകൾ ഉയർത്തി വെക്കാം. എന്നിട്ട് വലത് കാൽ പിന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ വലത് മുട്ട് മാറ്റിൽ ടച്ച് ചെയ്ത് നിൽക്കട്ടെ. എന്നിട്ട് വലത് കാൽപാദം നോക്കാം, പില്ല് നോക്കാം, സ്ട്രെച്ച് ഔട്ട് ചെയ്ത് വെക്കാം. ബാക്ക് ബോൺ സ്ട്രെയിറ്റ് ആയിട്ട് തല ഉയർത്തി പിടിക്കുന്നു. കൈകൾ രണ്ടും നല്ല നോർമൽ, അധിക സ്ട്രെയിൻ, ഓവർ സ്ട്രെയിൻ കൊടുക്കാത്ത രീതിയിൽ ശ്വാസം ഇൻഹേലാണ്. അതിൽ ഇട്രേറ്റ് ചെയ്യുമ്പോൾ ഇടത് കാൽ. ഇനി നിങ്ങൾ നമ്മുടെ പോസ് ശ്രദ്ധിക്കാൻ. 2 മുട്ടും മാറ്റിൽ ടച്ച് ചെയ്തു. ശ്വാസം അയച്ചുകൊണ്ട് നമ പോസിലേക്ക് വരിക. നെറ്റി മാറ്റിൽ ടച്ച് ചെയ്ത് നിൽക്കട്ടെ, അമർന്നിരിക്കട്ടെ. ഇനി പതുക്കെ മുന്നോട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ നെറ്റി അമർത്തി വെച്ചു, കൈകൾ രണ്ടും ടച്ച് ചെയ്തു, ചെസ്റ്റ് ടച്ച് ചെയ്തു, കാൽമുട്ട് ടച്ച് ചെയ്തു. ഇനി കാലുകൾ ടോസ് നല്ലവണ്ണം സ്ട്രെച്ച് ഔട്ട് ചെയ്തിട്ട് പതുക്കെ അപ്പർ ബോഡി ഒന്ന് ഉയർത്താം. ഓവർ സ്ട്രെയിൻ കൊടുക്കരുത്. ശ്വാസം എടുക്കുന്നു. ഇനി വീണ്ടും നിങ്ങൾ കാറ്റ് പോസിൽ വരാം. ഞാൻ ആദ്യം പറഞ്ഞു, ഇത് പഠിക്കുന്നവർക്ക്, തുടക്കക്കാർക്കുള്ളത് വേണ്ടിയിട്ടാണ്. കാറ്റ് പോസിലാവുമ്പോൾ അവർക്ക് സൗകര്യമായിട്ട് മൗണ്ടൻ പോസിലേക്ക് വരാൻ സാധിക്കും, അതായത് പർവ്വതാസനയിലേക്ക് വരാൻ സാധിക്കും. കാലിലെ ഇപ്പൂറ്റി തുടക്കക്കാർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. കൈകൾ ബെഡ്ഷീറ്റ് വെക്കുന്നവർ ശ്രദ്ധിക്കണം, സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ട്. യോഗ മാറ്റാണ് നല്ലത്. ഇനി പതുക്കെ ഹിപ്പ് ഉയർത്തി വീണ്ടും നിങ്ങൾ കാറ്റ് പോസിൽ വന്നു. വലത് കാൽ ഉണ്ടോ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരിക. ഇവിടെ ഈ വലത് കൈയും വലത് കാലും ഇടത് കൈയും ഒരേ ലെവലിൽ കൊണ്ടുവരണം. ഒന്നും കൂടെ കാണിക്കാം. പിന്നിലേക്ക് നിന്നു, ഇടത് കൈ സപ്പോർട്ട് കൊടുത്തിട്ട്, ഇടത് കാൽ സപ്പോർട്ട് കൊടുത്തിട്ട് കൈ മുന്നോട്ട് വലിച്ചു പിടിച്ചു. എന്നിട്ട് ഈ ഇടത് കാലാണ് എക്സേൽ. സാവകാശം കൈകൾ ഉയർത്തി, കൈകൾ മേൽപോട്ട് ഉയർന്നു. കാലുകൾ അല്പം തോൾ അകലത്തിൽ വെച്ചു. സമസ്ഥിതിയിൽ നിന്ന് പതുക്കെ സാവകാശം കൈ പിന്നിലേക്ക് കൊണ്ടുപോയി കണ്ണടയ്ക്കാതെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നു. റിലീസ് ആൻഡ് റിലാക്സ്. ഇതിന് യഥാർത്ഥ സ്റ്റെപ്പ് നമുക്കൊന്ന് നോക്കാം. ശ്വാസമെടുത്ത് കൈകൾ ഉയർത്തുന്നു. ബാക്ക്വേർഡ് ബാൻഡ്, slowly forward bend, exhale, left back inhale up, right repeat, exhale,
Nama pose. Inhale and exhale, Ashtanga. Toes stretch out, Bhujanga. Mountain exhale. Left to forward, inhale. Right exhale. Inhale up, arch bend. Slowly release and relax. Prayer pose. Release and relax. ഞാൻ ഒരു സ്റ്റെപ്പ് രണ്ട് സൈഡും കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമിക്കാം. എന്നാൽ നമുക്ക് അടുത്ത കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഒന്ന് ഓർക്കുക, ധൃതി പിടിക്കാതെ ആദ്യം ഒരു 4 സ്റ്റെപ്പ് പഠിക്കുക, പിന്നെ അടുത്ത 4 സ്റ്റെപ്പ് പഠിക്കുക, പിന്നെ അതിൻ്റെ അടുത്ത 4 സ്റ്റെപ്പ് പഠിക്കുക. അങ്ങനെ 12 സ്റ്റെപ്പും ഇതിൽ 2-3 സ്റ്റെപ്പ് നമ്മൾ അധികം ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ സൗകര്യാർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. ഒരു സ്ട്രെയിനും കൊടുക്കാതെ, ശരീരത്തെ വളച്ചു മുറിക്കാതെ, പിടിച്ചു മുറുക്കാതെ, വളരെ സിമ്പിളായിട്ട് ധൃതി പിടിക്കാതെ കുറ്റമറ്റതായ രീതിയിൽ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകും. ഹാവ് എ ബ്ലെസ്സിങ് ഡേ. ശാന്തി യോഗ. നിങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു. വെൽ മൈൻഡ്, വെൽ ഹെൽത്ത്.